KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയിൽ സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുടമകൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. തങ്ങളുടെ യാത്രക്കാരിൽ കൂടുതൽ സ്ത്രീകളാണെന്നും അവർ ബസ്സുകളിലേക്ക് പോയാൽ സ്വകാര്യ ബസ് വ്യവസായം തകരുമെന്നും ബസ്സുടമകൾ. സർക്കാർ തീരുമാനമായി മുന്നോട്ടു പോയാൽ ബസ് ചാർജ് വർധന ഉൾപ്പെടെ നടപ്പാക്കേണ്ടി വരുമെന്നും സ്വകാര്യ ബസ്സുടമകൾ പറയുന്നു. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് വീണ്ടും ആശങ്കയുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. സൗജന്യ യാത്ര പ്രഖ്യാപനത്തിൽ ആശങ്കയുണ്ട്. തങ്ങളുടെ യാത്രക്കാരിൽ കൂടുതലും സ്ത്രീകളാണ്. അവർ KSRTCയിലേക്ക് പോയാൽ സ്വകാര്യ ബസ് മേഖല അപ്പാടെ തകരും. തീരുമാനത്തിൽ സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്നും ബസ് ചാർജ് വർധന ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ സർവീസ് നടത്തുന്ന ഞങ്ങളെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങൾ ബസ് യാത്രാ നിരക്ക് വർധനവിന് വേണ്ടി ആവശ്യപ്പെടാൻ പോവുക. 4.5 വർഷക്കാലമായി ഇവിടെ ഒരു യാത്രാ നിരക്ക് വർധന ഉണ്ടായിട്ട് വിദ്യാർത്ഥി യാത്രക്കാർക്ക് പുറമേയുള്ള ബാക്കി കുറച്ച് യാത്രക്കാരാണ് സ്ത്രീകളിൽ. അത് മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. പുരുഷ യാത്രക്കാരൊന്നും ഇപ്പോൾ ബസ്സുകളിലേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി വിദ്യാർത്ഥികളെ വെച്ച് മാത്രം ഇത് സർവീസ് നടത്താൻ സാധിക്കാത്തൊരു സ്ഥിതി വരും. ഈ വിഷയം ഞങ്ങൾ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കാൻ പോവുക. 4.5 വർഷത്തിലേറെയായി സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബസ് ചാർജും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും വർദ്ധിപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടും. ഒപ്പം സ്വകാര്യ ബസ് മേഖലയ്ക്കായി ഒരു പാക്കേജ് ആവശ്യപ്പെടുമെന്നും ബസ് ഉടമകൾ പറയുന്നു. പുതുയുഗ യാത്ര നടത്തിയപ്പോൾ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് നേരിട്ട് പറഞ്ഞിരുന്നു. സൗജന്യ യാത്ര കൊടുത്താലുള്ള പ്രത്യാഘാതം എന്താണെന്ന് സർക്കാർ പഠിക്കണം. കേരളത്തിൽ 80% സ്വകാര്യ ബസ്സുകളാണ്. സർക്കാർ തങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുമെന്ന് കരുതുന്നില്ല എന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.